ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അനാമികയ്ക്കുണ്ടായിരുന്ന ഒരു പഴയ കാമുകൻ ഒരുപാട് പണമൊക്കെ അയാളോട് തട്ടിയതാണ്. അവസാനം അനാമികയെ തേടി അനന്തപുരിയിലെത്തുകയാണ്. അനന്തപുരിയിലെത്തി എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിയുമ്പോഴേക്കും അനാമിക തടി ഊരുന്നുണ്ടെങ്കിലും പിന്നെ അവൻ്റെ കൂടെ അങ്ങ് കൂടിയാണ് പരിപാടികളെല്ലാം നടത്തുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നന്ദുവിന് SI സെലക്ഷൻ കിട്ടിയപ്പോഴേക്കും അഭിനന്ദിക്കാനായിട്ട് നയനയും നവ്യയും ആദർശുമൊക്കെ നന്ദാവനത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അതേസമയം നവ്യയ്ക്ക് കുറച്ചൊരു വിഷമമൊക്കെ ഉണ്ട്. നവ്യ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു കേസ് കൊടുത്ത് പിടിപ്പിക്കാമെങ്കിൽ ഞാൻ ആദ്യം പിടിപ്പിക്കുന്നത് എൻ്റെ ഭർത്താവിനെയും അമ്മായിയമ്മയൊക്കെ ആയിരിക്കും. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങ് വിഷമമാവുകയാണ് കേട്ടോ. കാരണം നവ്യയുടെ ആ അവസ്ഥ ആലോചിക്കുമ്പോഴേക്കും നയനയ്ക്കും കനകയ്ക്കും ഒക്കെ അങ്ങ് വിഷമമാവുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചി അഭി മാറും, എല്ലാം ശരിയാകും ചേച്ചി എന്ന് പറയാണ്. നന്ദു പറയുന്നുണ്ട്, ചേച്ചീനെ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാനില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതിനൊക്കെ ശേഷം അവർ 3 പേരും കൂടെ തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആഹാ എല്ലാവരും കൂടെ നന്ദാവനത്തിലേക്ക് പോയതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, നന്ദുവിന് SI സെലക്ഷൻ കിട്ടി, അതിൻ്റെ സന്തോഷത്തിന് അവളെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ഞങ്ങൾ നേരിട്ട് പോയതാണ് എന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ വളരെ നന്നായത്, നന്ദു മിടിക്കുകയാണ്, നല്ല കരുത്തുള്ള പെൺകുട്ടിയാണ്, അവൾക്ക് അങ്ങനെ ഒരു ജോലി തന്നെയാണ് നല്ലതെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, പിന്നെ അവൾക്ക് പറ്റിയ ജോലി, അല്ലെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ജോലിക്കൊന്നും പോകുന്നത് അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെന്താ ജലജെ, ഇങ്ങനെയുള്ള ജോലിക്ക് പെൺകുട്ടികൾ പോയില്ലേ? എത്രയോ പെൺകുട്ടികൾ പോകുന്നുണ്ട്. അത് മാത്രമല്ല, നന്ദുവിന് അതിനുള്ള കായിക ശേഷിയും കരുത്തും എല്ലാം ഉണ്ട്, ആത്മവിശ്വാസവും ഉണ്ട്. അതുകൊണ്ട് അവൾ ഇങ്ങനെയുള്ള ജോലിക്ക് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ 4 ആൾക്കാരെ പിടിച്ച് ഇടിക്കുന്നതായിരിക്കും വലിയ കാര്യം, അല്ലേ തന്നെ അവൾ എല്ലാവരെയും പിടിച്ച് ഇടിയും അടിയും ഒക്കെയാണ്. ഇനിയിപ്പം SI കൂടി ആയിക്കഴിഞ്ഞാൽ നാട്ടുകാർക്കൊന്നും കിടക്കണ്ട. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അതെന്താ അനാമികയെ, അങ്ങനെയൊന്നും നിയമത്തിന് നിരക്കാത്ത രീതിയിലൊന്നും നന്ദുമോൾ പ്രവർത്തിക്കുകയൊന്നുമില്ല, നല്ല കുട്ടിയാണ് അവൾ എന്ന് പറയണം. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ശരിയാ മുത്തശ്ശ, നന്ദുവിന് ഈ നേട്ടം ഉണ്ടായത് വലിയ കാര്യം തന്നെയാണ്, അവൾ ആഗ്രഹിച്ച ഒരു ജോലി തന്നെയാണ് കിട്ടിയത് എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയാ, എൻ്റെ അഭിനന്ദനങ്ങളും കൂടി നന്ദുവിനെ അറിയിക്കണം, നന്ദുവിനൊരു സമ്മാനവും കൊടുക്കണം, അവൾ മിടുക്കിയാണ് എന്ന് പറയാണ്. അപ്പോൾ സമ്മാനം കൊടുക്കണമെന്ന് കേൾക്കുമ്പം അനാമികയ്ക്ക് ഇങ്ങ് ദേഷ്യം വരികയാണ്. അനാമിക പറയാണ്, ഇത്രയൊക്കെ ആയിട്ടും നന്ദുവിനെ എല്ലാവരും എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ്, ഇവിടെ ഞാൻ പറയുന്നതിനൊന്നും ആർക്കും ഒരു വിലയില്ല. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ അനാമികെ, എന്താ പ്രശ്നം? നന്ദു ഒരു പരീക്ഷയിൽ വിജയിച്ചു, നേട്ടങ്ങളുണ്ടായപ്പം ഒരു ചെറിയ സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാണോ പ്രശ്നം? പറഞ്ഞതല്ല മുത്തശ്ശ പ്രശ്നം, ഞാനും അനിയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നന്ദു ആണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും വീണ്ടും നന്ദുവിനെ അഭിനന്ദിക്കണമെന്നും പുകഴ്ത്തുന്നതും ഒക്കെ കേൾക്കുമ്പം എനിക്കങ്ങ് ദഹിക്കുന്നില്ല. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, നിനക്കങ്ങ് ദഹിക്കുന്നില്ലെങ്കിൽ നീ അകത്ത് പോയി ഇരുന്നാൽ മതി, മുത്തശ്ശനെ ഭരിക്കാറായിട്ടില്ല, മുത്തശ്ശനാവിടെ ഈ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോഴും തീരുമാനിക്കുന്നത്, മുത്തശ്ശൻ നന്ദുവിന് സമ്മാനം കൊടുക്കണമെന്ന് പറയുന്നത് ചോദ്യം ചെയ്യാൻ നിനക്കെന്താ അവകാശം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക അങ്ങ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ അനിയും ആ പുറകെ അങ്ങ് പോകുന്നുണ്ട്. അനി ചെല്ലുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ഏത് സമയവും നന്ദുവിനെ സപ്പോർട്ട് ചെയ്യാൻ നീയും ഉണ്ടല്ലോ, നിൻ്റെ വീട്ടുകാർക്ക് മുഴുവൻ അവളെ മതി, പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിൻ്റെ അമ്മ മാത്രമേ എനിക്കിപ്പോൾ സപ്പോർട്ടുള്ളൂ, ബാക്കി എല്ലാവരും നന്ദുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവർക്കും ഇനി അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നായിരിക്കും, ഞാൻ ഒഴിവായി തന്നാൽ അവൾ വന്നോളുമല്ലോ. അപ്പോൾ അനി പറയാ, എഴുതാപ്പുറം വായിക്കണ്ട അനാമികയെ, ഇതൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ പറയാണ്, പറഞ്ഞിട്ടില്ലെങ്കിലും പറയാതെ പറയുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ നീ ഒരു കാര്യം ഓർത്തു, ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിഞ്ഞു തരുമെന്ന് നീ ആലോചിക്കേണ്ട, എനിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയിട്ട് തന്നെ അനി ഞാൻ പോവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിന്നെ സ്നേഹിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടാനുള്ള സ്വത്തിൻ്റെ വീതം കിട്ടുകയാണെങ്കിൽ അപ്പം ഞാൻ എൻ്റെ വഴിയെ പോയിക്കോളാം. അപ്പം അനി പറയാണ്, അത് നടക്കാൻ പോകുന്നില്ല, ഇവിടുന്ന് ഒരു ചില്ലി കാശ് പോലും നിനക്ക് കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട, നിനക്ക് പോകണമെങ്കിൽ നിനക്ക് പോകാമെന്ന് പറയാണ്.
അപ്പോൾ അനാമിക പറയാണ്, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഞാനിവിടുന്ന് പോയാലും നീയും അവളും കൂടെ സുഖമായിട്ട് ജീവിക്കുമെന്ന് നീ ഓർക്കണ്ട. അതിനുള്ളതെല്ലാം ഈ അനാമിക ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ഒരു ദിവസം രാവിലെ ദേവയാനി ഉമ്മറത്തിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഗേറ്റിലൊരു ഭയങ്കര പ്രശ്നവും ഒച്ചയൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ദേവയാനി ഇങ്ങനെ ശ്രദ്ധിക്കുമ്പം സെക്യൂരിറ്റി ഒരാളെ തടയുകയാണ് ചെയ്യുന്നത്. അകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് തന്നോട് പറഞ്ഞില്ലേ, താൻ ഈ മദ്യപിച്ചുകൊണ്ട് എങ്ങോട്ടാണ് വന്ന് കയറുന്നത്, ഇറങ്ങിപ്പോ, തനിക്ക് പറ്റിയ സ്ഥലമല്ല ഇത് എന്നൊക്കെ സെക്യൂരിറ്റി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോവില്ല, ഞാൻ അവളെ കണ്ടിട്ടേ പോവുള്ളൂ. അവളിവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഏത് കൊട്ടാരത്തിലാണേലും ഞാൻ കയറി അവളെ കാണും, എനിക്ക് ചിലതൊക്കെ ചോദിക്കാനുണ്ട് എന്നൊക്കെ ഒരാൾ അവിടെ നിന്നിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവയാനി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ദേവയാനി സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ്, എന്താ എന്താ പ്രശ്നം എന്താ ഇവിടെ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് മേഡം, ഇയാൾ മദ്യപിച്ചിട്ടുണ്ട്, ഇയാൾ ഇവിടെ വന്ന് ബഹളം വയ്ക്കുകയാണ്, അകത്തേക്ക് കയറി പോണം എന്നാണ് പറയുന്നത്. ഇയാൾ ആരാ അറിയില്ല, ഇവിടെ വന്ന് അനാമിക മോളെ കാണണം എന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. മദ്യപിച്ച ഒരാൾ എന്തിനാ അനാമിക മേഡത്തിനെ കാണുന്നത്? അപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ, എന്തിനാ അനാമികയെ കാണുന്നത്? ഞാൻ ആരാണെന്ന് ഞാൻ അവളോട് പറഞ്ഞോളാം, നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ആരാണെന്നുള്ളത് വ്യക്തമായിട്ടും അവൾക്കറിയാം, അതുകൊണ്ട് അവളെ എനിക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് അയാൾ കയറി പോവാണ്. അപ്പോൾ സെക്യൂരിറ്റി പിടിച്ചു മാറ്റാൻ വരുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ, വേണ്ട, അയാൾ കയറിക്കോട്ടെ, അനാമികയെ കാണാൻ വന്നതല്ലേ, സംസാരിച്ചിട്ട് പോകാട്ടെ, അല്ലാതെ ഇപ്പം എന്ത് സംഭവിക്കാനാ എന്ന് ചോദിക്കുകയാണ്. വരൂ, നിങ്ങൾ അകത്തേക്ക് വരൂ, അനാമിക എവിടെയുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാം എന്ന് പറയാണ്. അതെ, ഞാൻ സംസാരിക്കാൻ തന്നെ വന്നതാ എന്നും പറഞ്ഞ് അയാളും കൂടെ കയറി വരികയാണ് കേട്ടോ. അപ്പോഴേക്കുമാണ് അകത്ത് വന്ന് കയറുകയാണ്. അപ്പം ജാനകിയും നയനയും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേക്കും അനാമിക അവിടുന്ന് ഇറങ്ങി വരികയാണ്. ദേവയാനി വിളിക്കുന്നുണ്ട്, അനാമികെ, അനാമികെ, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമിക, ആരാ വല്യമ്മേ എന്ന് ചോദിച്ച് ഇറങ്ങി വരുമ്പം കാണുന്നത് ഇയാളെയാണ് കേട്ടോ. അപ്പോൾ അനാമിക അവിടെ നിന്നിട്ട് പറയാണ്, അയ്യോ, ഈ മഹാരണ ഇങ്ങോട്ടും വന്നോ? ഇത് സുഭാഷ് ഇവൻ നാട്ടിലെത്തിയോ? എന്നാണ് ഇവൻ നാട്ടിലെത്തിയത്? ദൈവമേ, ഇനിയിപ്പോൾ എല്ലാ പണിയും പാളുമല്ലോ. ഞാൻ ഒരു വിധത്തിലാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. എന്തൊരു കഷ്ടകാലമാണോ ഇത് എന്നൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് പേടിച്ച് വിറച്ച്. അപ്പോഴേക്കും ദേവയാനി വിളിക്കുന്നുണ്ട്, അനാമിക നീ ഇവിടെയോട്ട് വന്നേ എന്ന് പറയാണ്. അപ്പം പേടിച്ച് അനാമിക ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോഴേക്കും സുഭാഷ് പറയുന്നുണ്ട്, എന്താ നീ, എന്നെ മനസ്സിലായില്ലേ നിനക്ക്? നീ ഇപ്പോൾ ഇവിടെ രാജകുമാരിയായിട്ട് വാഴുമായിരിക്കും അല്ലേ? അപ്പോൾ അനാമിക ഒന്നും മിണ്ടുന്നില്ല. എടി നേരെ നോക്കടി, എന്നെ നിനക്ക് മനസ്സിലായില്ലേ എന്ന്. അപ്പോൾ അനാമിക ചോദിക്കുക, ഇല്ല, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല, നിങ്ങൾ ആരാ? അപ്പോൾ അയാൾ പറയാണ്, നിനക്ക് എന്നെ മനസ്സിലായില്ലല്ലേ, ഞാൻ സുഭാഷ്, പഴയൊരു ബന്ധമുണ്ടല്ലോ നമ്മൾ തമ്മിൽ എന്ന് ചോദിക്കുമ്പം ഒരു ബന്ധവും ഇല്ല. നിങ്ങൾ മദ്യപിച്ച് ബോധമില്ലാതെ ഈ വീട്ടിൽ കയറി വന്ന് ബഹളം വയ്ക്കാൻ പറ്റില്ല. കാണുന്നവർക്കൊന്നും കയറി വരാനുള്ള സ്ഥലമല്ല ഇത്, ഇത് അനന്തപുരി തറവാടാണ്. ഹോഹോ, നീ വലിയ അനന്തപുരി തറവാട്ടിലെ കൊച്ചമ്മയായിരിക്കും അല്ലേ? ആയിക്കോട്ടെ, പക്ഷേ എന്നെ നിനക്കറിയാമില്ലെന്ന് പറയരുത്. കുറേ ലക്ഷങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ നീ? ഞാൻ ലക്ഷങ്ങൾ വാങ്ങിയെന്നോ? നിങ്ങളെ എനിക്കറിയാവുന്നോ? എന്താ നിങ്ങൾ പറയുന്നത്? എടി, മലേഷ്യയിൽ വെച്ച് എൻ്റെ സ്വത്തിൻ്റെ പകുതി നീ വാങ്ങിയിട്ടല്ലേടി ഇങ്ങോട്ട് പോകുന്നത്, എന്നിട്ടിപ്പോൾ നിനക്ക് അറിയില്ലെന്ന്. ഇവിടെ വന്ന് പേരും നാളും ഒക്കെ മാറി സുഖമായിട്ട് വേറെ കല്യാണം കഴിച്ച് കോടീശ്വര കുടുംബത്തിൽ ജീവിച്ച ഞാനെല്ലാം മറക്കുമെന്ന് നീ കരുതിയോ? അപ്പോൾ പറയാണ്, ഇയാൾ എന്താ ഈ പുലമ്പുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയുന്നുണ്ട്, നിങ്ങളെന്താ വന്ന് പറയുന്നത്? ഇതെൻ്റെ മകൻ്റെ ഭാര്യയാണ് അനാമിക, അവളെക്കുറിച്ച് നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ഈ അനാവശ്യം പറഞ്ഞുകൊണ്ട് അനന്തപുരിയിലേക്ക് കയറി വരരുത്. ഇത് അനന്തമൂർത്തിയുടെ വീടാണ്. ഞങ്ങളൊരു കോൾ ചെയ്താൽ പോലീസ് വന്ന് നിങ്ങളെ തൂക്കിയെടുത്തോണ്ട് പോകും. ഓക്കെ, ആയിക്കോട്ടെ, എന്നാൽ നിങ്ങൾ കോൾ ചെയ്യേ, പോലീസ് വരട്ടെ. പോലീസ് വരുമ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ തീരുമാനങ്ങൾ. അപ്പോൾ ഇവള് സത്യം പറയുമല്ലോ. അപ്പോൾ അനാമിക പറയാണ്, വേണ്ട, പോലീസിനെ ഒന്നും വിളിക്കണ്ടമ്മേ, പോലീസ് വന്നു കഴിഞ്ഞാൽ നാട്ടുകാരറിയും, നാണം കെടും. ഇതെവിടെയോ ഒരു മദ്യപാനി ബോധമില്ലാതെ വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ്, എന്നിട്ട് ഇപ്പോൾ ഇവിടെ ശല്യപ്പെടുത്തുന്നു. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. എടി, എൻ്റെ മുഖത്തോട്ട് നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഞാൻ സുഭാഷ്. ഓ, ഏത് സുഭാഷ്? സുഭാഷ് ചന്ദ്രബോസാണോ? അറിയില്ലല്ലോ. ഇറങ്ങി പോകുന്നുണ്ടോ? സെക്യൂരിറ്റി എവിടെ? ഇയാളെയൊക്കെ കയറ്റി വിറ്റത് ആരാ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ദേവയാനി അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ സമാധാനമായിട്ട് പറയുക, മദ്യപിക്കാതെ നിങ്ങൾക്ക് വന്ന് അനാമികയോട് സംസാരിക്കാമല്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടെങ്കിൽ അത് പറയാമല്ലോ, ഇങ്ങനെ ബോധമില്ലാതെ വന്ന് നിന്ന് സംസാരിക്കാതെ. അപ്പോഴേക്കും ഉടനെ തന്നെ അയാൾ പറയാണ്, എനിക്കിങ്ങനെ പറ്റുള്ളൂ. ഒരുത്തി എന്നെ തട്ടി കുറേ ലക്ഷങ്ങൾ
കടത്തിയിട്ട് പേരും കളഞ്ഞ് നാണക്കേടാക്കി ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പം അവളിവിടെ വന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവളെ തേടി ഞാൻ കുറച്ച് നാളായി നാട്ടിൽ വന്ന് അന്വേഷിക്കുന്നു. അങ്ങനെയാ അറിഞ്ഞത് ഇവിടെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ഇവളെ ജീവിക്കുവാണെന്ന്. ജീവിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എന്നെ പറ്റിച്ച ഇവളോട് എനിക്ക് പകരം ചോദിക്കണ്ടേ? നിങ്ങളെയൊക്കെ ഇതൊന്ന് അറിയിക്കണ്ടേ നിങ്ങളും പറ്റിക്കപ്പെടുവാണെന്നുള്ള കാര്യം? അപ്പോഴേക്കും ദേവയാനി പറയാണ്, അനാമികയെ, ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അനാമികയെ? അനാമിക പറയാം, എന്താ വല്യമ്മ ഇത്? ഇയാൾ പറയുന്നതിൽ എന്ത് സത്യമുണ്ട്? ഇയാൾ എൻ്റെ കാമുകനാണെങ്കിൽ ഞാൻ ഇയാളെ ഇട്ടിട്ട് അനിയെ വിവാഹം കഴിക്കൂ? ഇയാൾ കോടീശ്വരനായിരുന്നെങ്കിൽ ഞാൻ ഇയാളുടെ കൂടെയല്ലേ ജീവിക്കുള്ളായിരുന്നു. അത് തന്നെയല്ല, വിവാഹം കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞാണോ കാമുകൻ അന്വേഷിച്ചു വരുന്നത്? ഇത് നമ്മുടെ ശത്രുക്കൾ ആരാണ്ട് ഒപ്പിച്ച പണിയാ. ഇതിപ്പം ആ നന്ദുവൊക്കെ തന്നെ പറഞ്ഞു വിട്ടതാണോ ഇവനെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നെ ഈ അനന്തപുരിയിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി അവൾ ഈ കളിയും ഇതിലപ്പുറത്തെ കളിയും കളിക്കും. അപ്പോൾ ജലജ പറയാണ്, എടോ, അനാമിക പറഞ്ഞത് കേട്ടില്ലേ? താൻ ഇറങ്ങിപ്പോടോ. ഇവിടെ വന്ന് നിന്ന് ബഹളം വെച്ചാൽ പോലീസിനെ വിളിക്കും, തന്നെ ഇറക്കി വിടും എന്ന് പറയാണ്. ഓഹോ, അപ്പോൾ ഇവളെന്നെ അറിയില്ലെന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് അല്ലേ എന്ന് പറയാം. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എടോ, താൻ ഒരു കാര്യം ചെയ്യ്, ബോധത്തോടു കൂടി വാ. അല്ലെങ്കിൽ അനാമികയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്ക്. തന്നെ ഇവള് പറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്ക്. കംപ്ലൈൻറ്റ് കൊടുത്ത് അത് നമുക്ക് സത്യങ്ങൾ അറിയാമല്ലോ, പോലീസ് അന്വേഷിക്കട്ടെ. ഇവിടെ വന്നിങ്ങനെ ബഹളം വെച്ച് രണ്ടുപേരും കൂടെ എന്തിനാ ഇങ്ങനെ എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ശരിയാ, അതാ നല്ലത്. പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഞാൻ. എൻ്റെ സ്വത്തുക്കൾ അപഹരിച്ച് ആൾമാറാട്ടം നടത്തി, തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് ഞാനങ്ങ് കൊടുക്കാം. അപ്പോൾ കുഴപ്പമില്ലല്ലോ, പോലീസ് അന്വേഷിക്കട്ടെ, സത്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അനാമിക ഞെട്ടിപ്പോവാണ്. പോലീസ് എങ്ങാനും അന്വേഷിച്ചാൽ കള്ളി വെളിച്ചത്താവൂലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ പൊക്കോളാം, സെക്യൂരിറ്റി ഒന്നും വിളിക്കണ്ട, നീ നോക്കിക്കോടി, ഞാനിത് കംപ്ലൈൻറ്റ് കൊടുക്കും. ഇതിൻ്റെ സത്യം ഈ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിയും. നിന്നെ കൊണ്ട് ഇതിന് ഞാൻ കണക്ക് പറയിപ്പിക്കും എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് അയാൾ അങ്ങ് ഇറങ്ങി പോവാണ്. അനാമികയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സത്യമുണ്ടോ അനാമിക ഈ പറയുന്നതിൽ? എൻ്റെ വല്യമ്മ ഇതൊക്കെ വിശ്വസിക്കാതെ, ഒന്നെങ്കിൽ ആരെങ്കിലും ശത്രുക്കൾ എന്നെ തകർക്കാൻ വേണ്ടി വിട്ടതായിരിക്കും, ചുറ്റും ശത്രുക്കളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനാമിക അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. എന്നിട്ട് അനാമിക ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ദൈവമേ, ഇവൻ ഇവിടെയും വന്നല്ലോ, ഇവൻ വരില്ല, ഇവൻ്റെ ശല്യം തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവനെങ്ങാനും ചെന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും. അതോടെ പോലീസ് അന്വേഷണവും കേസും. പിന്നെ എനിക്ക് അനന്തപുരിയിൽ നിൽക്കണ്ട, ഇവിടുന്ന് 1 രൂപയുടെ സ്വത്ത് പോലും കിട്ടുകയില്ല. തൽക്കാലം അവനെ പിണക്കണ്ട, അവനെ വിളിച്ച് സോപ്പിടാം, അവനെ കൂടെ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്താം. അവൻ നിൽക്കണം, അല്ലെങ്കിൽ ഇനി ഒരാൾ കൂടെ വേണം, എന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അനിയൻ നന്ദുവിനെ ഒതുക്കാനും ഇവിടുത്തെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനും ഒരാൾ കൂടെ വേണം. പാര പണിയാൻ പറ്റിയത് അവനാണ്, അവനെ സോപ്പിട്ട് കൂടെ നിർത്താം. എനിക്ക് ഒരു കൂട്ടാവും എല്ലാ കള്ളത്തരങ്ങൾക്കും എന്നൊക്കെ ഇങ്ങനെ അനാമിക വിചാരിക്കുകയാണ്. അനാമിക നേരെ വിളിക്കുകയാണ് കേട്ടോ സുഭാഷിനെ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ സുഭാഷേ, നീ എന്ത് പണിയെ കാണിച്ചത്? ഇവിടെ വന്ന് ഇതുപോലെ ബഹളം വെക്കാവോ? എന്താടി മോളെ ഇപ്പം നീ എന്നെ വിളിക്കുന്നത്? ഞാൻ കേസ് കൊടുക്കുമെന്ന് വിചാരിച്ചപ്പം നിനക്ക് പേടിയുണ്ടല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. നീ കേസ് കൊടുത്താലും എനിക്കൊന്നുമില്ല. അതിന് ഞാൻ നിന്നെ പറ്റിച്ചിട്ടില്ലല്ലോ. പറ്റിച്ചിട്ടില്ലേ? അപ്പം ഇത്രയും നാളും പണമെല്ലാം തട്ടി മുങ്ങി നടന്നത് പറ്റിച്ചതല്ല, തേച്ചതായിരിക്കും അല്ലേ? തേച്ചിട്ടുമില്ല, പറ്റിച്ചിട്ടുമില്ല. നീ എൻ്റെ കൂടെ നിന്നാൽ നിനക്കും കൂടി ഗുണമുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ മുഴുവൻ നീ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ഈ അനിയെ വിവാഹം കഴിച്ചത് ഈ അനന്തപുരിയിലെ സ്വത്ത് കണ്ടോണ്ടാ. നീ കണ്ടില്ലേ ഇവരുടെ സ്വത്തുക്കൾ? അത് അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമായി അനാമിക കയറിയത്. അല്ലാതെ ഞാനും അനിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അതുകൊണ്ടേ നീ എൻ്റെ കൂടെ നിൽക്കുകയാണെ നമുക്ക് 2 പേർക്കും ചേർന്ന് ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ കുറേ അടിച്ചു മാറ്റിയിട്ട് എങ്ങോട്ടെങ്കിലും നാട് വിടാം. എൻ്റെ മനസ്സിൽ ഇപ്പോഴും നീയേ ഉള്ളൂ. നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ സുഭാഷേ. പിന്നെ ഇവിടെ വന്ന് നീ അങ്ങനെയൊക്കെ പറയുമ്പം ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാൻ സത്യം വിളിച്ചു പറഞ്ഞാൽ എൻ്റെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കും. പിന്നെ ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ? നമുക്ക് മലേഷ്യയിൽ പോയി വീണ്ടും ബിസിനസ്സൊക്കെ തുടങ്ങണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷ് ഓർക്കാണ് സത്യമാണെന്ന്. സുഭാഷ് പറയാണ്, നീ ഇപ്പോൾ പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടി തന്നെയാണല്ലോ അല്ലേ? അതേന്ന്. അപ്പോൾ സുഭാഷ് പറയാണ്, അങ്ങനെയാണെങ്കിലേ ഞാൻ എല്ലാത്തിനും സമ്മതിക്കാം.
അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്ന് കാര്യങ്ങളൊക്കെ സാധിക്കും. അവസാനം നേരത്തെ പോലെ എന്നെ തേക്കരുത്, ഒരിക്കലുമില്ല എന്ന് അനാമിക പറയാണ്. അങ്ങനെ സുഭാഷിനെ അനാമിക കൂടെ നിർത്തുകയാണ് കേട്ടോ കള്ളത്തരങ്ങൾക്കൊക്കെ. ഇനി അങ്ങോട്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്